ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കില് പത്മ പുരസ്കാരമാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പത്മ പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ നൽകുന്ന പരമോന്നതമായ മറ്റൊരു പുരസ്കാരം കൂടെയാണ് പത്മ പുരസ്കാരം അല്ലേ? ഭാരതരത്നം അറിയാം. ഭാരതരത്നത്തിന് ശേഷം പരമോന്നതമായ ഒരു പുരസ്കാരമാണ് പത്മ പുരസ്കാരം. അപ്പോൾ പത്മ പുരസ്കാരം 2025 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാം, എന്താണ് പത്മ പുരസ്കാരം 2025 പ്രത്യേകതകൾ, അല്ലെങ്കിൽ എത്ര പേർക്ക് കിട്ടി, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് ഏത്? പത്മ പുരസ്കാരം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് പത്മ പുരസ്കാരം. ക്ലിയർ ആണോ? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് പത്മ പുരസ്കാരം. ഓക്കെ, ഇത് ആരംഭിച്ച വർഷം 1954. അപ്പൊ പത്മ പുരസ്കാരം ആരംഭിച്ച വർഷം ഏതാണ്? 1954. ഓക്കെ, ഇത് ആരംഭിച്ച സമയത്ത് ഇത് മൂന്നായിട്ട് തന്നെയാണ് അല്ലെ? മൂന്നായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതൊക്കെയാണ് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഏതൊക്കെയാണ്? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെയാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെയാണ് നമുക്കിപ്പോൾ കേരളത്തിൽ ഒരു പുരസ്കാരം കൊണ്ടുവന്നത്. ഏതൊക്കെയാണ്? കേരള പുരസ്കാരങ്ങൾ. നമ്മൾ ഇതിനു മുമ്പേ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേരള പുരസ്കാരവുമായി ബന്ധപ്പെട്ട്. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്ന് അല്ലേ? അതുപോലെ ഇത് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ക്ലിയർ ആണോ? ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിന്റെ പേര് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നല്ല, പകരം പഹലേ വർഗ്, ദൂസരേ വർഗ്, തീസരേ വർഗ് എന്നായിരുന്നു. ഏതൊക്കെയാണ്? പഹലേ വർഗ്, ദൂസരേ വർഗ്, തീസരേ വർഗ്. ഓക്കെ അല്ലേ? അപ്പോ 2025 ആകെ എത്ര പേർക്ക് കിട്ടിയെന്നാണ് നമുക്ക് പഠിക്കാൻ. 2025 എത്ര പേർക്കാണ്? 139 പേർക്ക്. എത്രയാണ്? 139 പേർക്ക്. ഓക്കെ ആണോ? അപ്പൊ 2025 ആകെ 139 പേർക്ക് എന്ത് ലഭിച്ചോടാ? പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു. ക്ലിയർ ആണോ? ഇത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത് എന്നറിയുക, മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ്. 1954 ആരംഭിച്ചു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങളിൽ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് 2025 ആകെ 139 പേർക്ക് ലഭിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം, ഇതിൽ എത്ര മലയാളികൾ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എത്രയാണ് ഇതിൽ? ആദ്യം എത്ര മലയാളികൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറയുന്നു, പത്മ പുരസ്കാരം മൊത്തത്തിൽ കിട്ടിയ മലയാളികളുടെ എണ്ണം 5 പേരാണ്. പത്മ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. 5 പേർക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അതിനകത്ത് പത്മവിഭൂഷൺ കിട്ടിയത് ഒരു മലയാളിക്കാണ്. അപ്പോൾ 5 പേർക്ക് എന്ത് ലഭിച്ചു? പത്മവിഭൂഷൺ ലഭിച്ചു. അതിനകത്ത് ഒരു മലയാളിക്കാണ്. 5 പേർക്ക് പത്മവിഭൂഷൺ അല്ല, 5 പേർക്ക് പത്മ പുരസ്കാരം, മലയാളികൾ അല്ലേ? അതിനകത്ത് പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് MT വാസുദേവൻ നായർ അല്ലെ? മഹാനായ MT വാസുദേവൻ നായർ. നമുക്കറിയാം MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ഇപ്പോൾ മരണാനന്തരമായി കൊടുത്തു അല്ലെ? അപ്പൊ MT വാസുദേവൻ നായർക്ക് ഇപ്പോൾ എന്ത് കിട്ടി? മരണാനന്തരമായി പത്മവിഭൂഷൺ കിട്ടി. അദ്ദേഹത്തിന്റെ മേഖല നമുക്കറിയാം എന്താണ്? ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സാഹിത്യവും വിദ്യാഭ്യാസവും. അപ്പൊ MT വാസുദേവൻ നായരുടെ മേഖല പഠിക്കണം കേട്ടോ. പത്മ പുരസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മേഖലയാണ്. അപ്പൊ MT വാസുദേവൻ നായരുടെ മേഖല സാഹിത്യവും വിദ്യാഭ്യാസവുമാണ്. ഇദ്ദേഹത്തിന് എങ്ങനെ കൊടുത്തു? മരണാനന്തരമായാണ് ലഭിച്ചത്. ഓക്കെ, ഇദ്ദേഹം അന്തരിച്ച ഡേറ്റ് ഒക്കെ നമുക്കറിയാം എന്താണ്? 2024 ഡിസംബർ 25 ഇത് അന്തരിച്ചതാണ്. 2024 ഡിസംബർ 25 MT വാസുദേവൻ നായർ അല്ലെ? ഇദ്ദേഹത്തിന് നേരത്തെ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്. പത്മഭൂഷൺ നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പത്മവിഭൂഷണും ലഭിച്ചു. ക്ലിയർ ആണോ? അപ്പൊ MT വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്, പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ ജ്ഞാനപീഠവും കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്. എന്താണ്? 1995 ഇദ്ദേഹത്തിന് ലഭിച്ചു ജ്ഞാനപീഠം ലഭിക്കുന്ന മലയാളി അല്ലെ? 4ാമത്തെ മലയാളി കൂടെയാണ് MT വാസുദേവൻ നായർ. മറക്കരുത്, ഇദ്ദേഹത്തിന് ഫുൾ ഫോം കൂടെ പഠിക്കാം. മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. എന്താണ്? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരാണ് MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര്. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ മലയാളിയായ MT വാസുദേവൻ നായരെ കുറിച്ച് ഒരു ചെറിയ ഇതിൽ പഠിച്ചില്ലേ നമുക്കറിയാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൃതികളൊക്കെ നമുക്കറിയാം. നാലുകെട്ട്, അതുപോലെ എന്താണ് ഗോപുര നടയിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് പത്മ പുരസ്കാരമാണെങ്കിലും MTയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ. MTക്ക് 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതെന്ന് ആർക്കെങ്കിലും അറിയാമോ? MTക്ക് 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതെന്നറിയാമോ? ആ നോവലിന്റെ പേരാണ് കാലം. എന്താണ്? കാലം. മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 95 എന്ത് ലഭിച്ചു? ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. 2022 പ്രഥമ കേരള ജ്യോതി ലഭിച്ചിട്ടുണ്ട്. 2022 പ്രഥമ കേരള ജ്യോതി ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വയലാർ കിട്ടിയിട്ടുണ്ട്. ഏത് കൃതിക്കാണ്? രണ്ടാമൂഴം.
രണ്ടാമൂഴം എന്ന കൃതിക്ക് ഇദ്ദേഹത്തിന് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, വാനപ്രസ്ഥം എന്ന കൃതിക്ക്. ഇതൊക്കെ മറക്കരുത് കേട്ടോ. MT വാസുദേവൻ നായർ അന്തരിച്ച ഡേറ്റ് മറക്കരുത്, 2024 ഡിസംബർ 25. ഓക്കെ, രണ്ടാമത് നമ്മൾ പോകുന്ന വ്യക്തി ഒസാമു സുസുക്കി. എന്താണ് ഒസാമു സുസുക്കി? ഇദ്ദേഹത്തിന്റെ മേഖല വ്യവസായം അല്ലെ, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി എന്നാണ്. എന്താണ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി? അപ്പൊ ഒസാമു സുസുക്കി അദ്ദേഹത്തിന്റെ മേഖല ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ് അല്ലെ, അതാണ് വ്യവസായം. അതാണ് നോക്കാം നമുക്ക്. വാണിജ്യം, വ്യവസായം. ഇദ്ദേഹം ജപ്പാനാണ്, വിദേശിയാണ് കേട്ടോ. ഒസാമു സുസുക്കി വിദേശിയാണ്. ഇദ്ദേഹത്തിന് മരണാനന്തരമാണ്. ഇദ്ദേഹവും അന്തരിച്ചത് 2024 ഡിസംബർ 25 തന്നെയാണ് അല്ലെ, അതേ ഡേറ്റ് തന്നെയാണ്. MT അന്തരിച്ച അതേ ഡേറ്റ് ആണ്, 2024 ഡിസംബർ 25. അതുപോലെ തന്നെ ഇദ്ദേഹം എന്തായിരുന്നു? മാരുതി സുസുക്കി മോട്ടോറിന്റെ മുൻ ചെയർമാൻ ആയിരുന്നു. മാരുതി സുസുക്കി മോട്ടോറിന്റെ മുൻ ചെയർമാൻ ആയിരുന്നു ആര്? ഒസാമു സുസുക്കി. അപ്പൊ നമ്മൾ രണ്ടുപേരുടെ പേര് പഠിച്ചു, ഒരു മലയാളി ഉൾപ്പെടെ രണ്ടുപേരുടെ പേര് പഠിച്ചു. MT വാസുദേവൻ നായർ, ഒസാമു സുസുക്കി. മൂന്നാമത്തെ ആളുടെ പേര് കുമുദിനി രജനീകാന്ത് ലഖിയ. എന്താണ് കുമുദിനി രജനീകാന്ത് ലഖിയ? കലാകാരിയാണ് കേട്ടോ. കുമുദിനി രജനീകാന്ത് ലഖിയാണ്. കലയാണ് മേഖല, ആർട്ട്. നമുക്ക് നോക്കാം അവരുടെ മേഖല. നമുക്ക് നോക്കാം. എന്താണ്? കഥക് നർത്തകിയാണ് അവർ. അതുപോലെ തന്നെ കടമ്പ് നൃത്ത കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് അവർ. കടമ്പ് നൃത്ത കേന്ദ്രം, അത് അഹമ്മദാബാദിലാണ് കേട്ടോ. കടമ്പ് നൃത്ത കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ കഥക് നർത്തകിയാണ്, കടമ്പ് നൃത്ത കേന്ദ്രവും സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പൊ രണ്ടാമത്തെ ആൾ പഠിച്ചു. ആരാണ് രണ്ടാമത്തെ ആൾ? നമ്മൾ നേരത്തെ പഠിച്ചു ഒസാമു സുസുക്കി. മൂന്നാമത്തെ ആളാണ് ആര്? കുമുദിനി രജനീകാന്ത് ലഖിയ. ഓക്കെ, അടുത്ത ആളുടെ പേര് ജഗദീഷ് സിംഗ് കേഹർ. എന്താണ്? ജഗദീഷ് സിംഗ് കേഹർ. ഇദ്ദേഹത്തിന്റെ മേഖല പബ്ലിക് അഫയേഴ്സ് ആണ്. എന്താണ്? പബ്ലിക് അഫയേഴ്സ് അല്ലെ, ജഗദീഷ് സിംഗ് കേഹർ. അപ്പൊ ഇദ്ദേഹം ആരായിരുന്നു നോക്കിയാൽ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ സിഖുകാരനാണ്. ആരാണ്? സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ സിഖുകാരൻ കൂടെയാണ് ജഗദീഷ് സിംഗ് കേഹർ. അതുപോലെ ഇന്ത്യയുടെ 44ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടെയാണ് ആര്? ജഗദീഷ് സിംഗ് കേഹർ എന്ന് മറക്കരുത്, പബ്ലിക് അഫയേഴ്സ്. ഓക്കെ, അതുപോലെ അടുത്ത വ്യക്തിയുടെ പേര് നമുക്ക് നോക്കാം. ദുവൂർ നാഗേശ്വര റെഡ്ഡി. ആരാണ്? ദുവൂർ നാഗേശ്വര റെഡ്ഡി. ദുവൂർ നാഗേശ്വര റെഡ്ഡി. മേഖല മെഡിസിൻ ആണ്, വൈദ്യശാസ്ത്രം. ഇദ്ദേഹത്തിന്റെ മേഖല മെഡിസിൻ ആണ്, വൈദ്യശാസ്ത്രം. പേര് മറക്കരുത്, ദുവൂർ നാഗേശ്വര റെഡ്ഡി. എന്താണെന്ന് നോക്കിയാൽ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകനാണ്. ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകനാണ് ആര്? ദുവൂർ നാഗേശ്വര റെഡ്ഡി. മറക്കരുത്, ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകനാണ്. ഹൈദരാബാദാണെന്ന് അറിയുക, പേര് മറക്കരുത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. പഠിച്ചു വെക്കോ, കൂടെ നിന്ന് പഠിച്ചു വെക്കോ. രാവിലെയാണ്, നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. പത്മവിഭൂഷൺ കിട്ടിയത് 7 പേർക്കാണ്. നമുക്കറിയാം ആകെ 139 പേർക്കാണ്. അതിൽ പത്മവിഭൂഷൺ കിട്ടിയത് 7 പേർക്ക്. ഓക്കെ, അതിൽ മൊത്തം എന്താണ് 5 മലയാളികൾ അല്ലെ. 139 ആകെ എത്ര മലയാളികൾ? 5 മലയാളികൾ. അതിനകത്ത് പത്മവിഭൂഷൺ കിട്ടിയ 7-ൽ 1 മലയാളി, MT വാസുദേവൻ നായർ. ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നു. അപ്പൊ 4 പേരെ പഠിച്ചു അല്ലെ, 5 പേരെ പഠിച്ചു. ആറാമത്തെ വ്യക്തിയാണ് ശാരദാ സിൻഹ. ആരാണ്? ശാരദാ സിൻഹ. ശാരദാ സിൻഹ നമുക്ക് നോക്കാം. എന്താണ് നോക്കാം? മരണാനന്തരമായാണ് കിട്ടിയത്. അതുപോലെ തന്നെ MTക്ക് മരണാനന്തരമാണ്. ഒസാമു സുസുക്കി മരണാനന്തരമാണെന്ന് അറിയുക. ഇവർ ബീഹാർ കോകില എന്നറിയപ്പെടുന്നു. ശാരദാ സിൻഹ ബീഹാർ കോകില എന്നറിയപ്പെടുന്നു. അതുപോലെ ബീഹാറിലെ നാടോടി ഗായിക എന്നും അറിയപ്പെടുന്നു. ബീഹാറിലെ നാടോടി ഗായിക ഓർമ്മിക്കാമോ? അപ്പം ബീഹാറിലെ നാടോടി ഗായികയാണ്, ബീഹാർ കോകില എന്നറിയപ്പെടുന്നു. അപ്പൊ മരണാനന്തരമാണ് ലഭിച്ചത്. ശാരദാ സിൻഹ മറക്കരുത്. കലയാണ് മേഖല. എന്താണ്? കലയാണ് മേഖല എന്ന് മറക്കരുത്. ഓക്കെ, അതുപോലെ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം എന്ന വ്യക്തി. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിൻ കലാകാരനാണ്. ഇദ്ദേഹം ആരാണ്? വയലിൻ കലാകാരനാണ്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. മേഖല കലയാണെന്ന് ഓർമ്മിക്കുക. അപ്പൊ നമ്മളിപ്പോ പഠിച്ച 7 പേരെയും നിങ്ങൾക്ക് ഓർക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഞാനൊരു ചിത്രം കാണിച്ചു തരാം. ഒരു ചിത്രം നിങ്ങൾ കണ്ടോ? ഒരു ചിത്രം ഇപ്പൊ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ചിത്രം കണ്ടോ? ഇതാ നിൽക്കുന്ന ആരാണ്? ഫസ്റ്റ് നിൽക്കുന്ന ആരാണിത്? ഇതാരാ? ഇത് രജനീകാന്താണ് അല്ലേ? ഇതാരാണ്? രജനീകാന്ത്. ഓർമ്മിക്കാമോ? രജനീകാന്തിന്റെ ബൈക്കിന്റെ പേര് കണ്ടോ? സുസുക്കി. എന്താണ്? സുസുക്കി എന്നല്ലേ എഴുതിയിരിക്കുന്നത്? സുസുക്കി ആണോ? സുസുക്കി. അപ്പൊ സുസുക്കി ബൈക്കിൽ ആരിയിരിക്കുന്നു? രജനീകാന്ത്. ഓർമ്മിക്കാമോ? സുസുക്കി ബൈക്കില് രജനീകാന്ത് ഇരിക്കുന്നു. ഓർമ്മിക്കാമോ? തൊട്ടടുത്തിരിക്കുന്ന ആരാ? ജഗദീഷ് അല്ലേ? ഓക്കെ, സുസുക്കി ബൈക്കിൽ രജനീകാന്ത് ഇരിക്കുന്നു. തൊട്ടുപുറകിൽ ആര് നിൽക്കുന്നു? ജഗദീഷ്. ഇവരെ കടിക്കാൻ വേണ്ടി ഒരു നാഗം വരുന്നു. ആര് വരുന്നു? ഒരു നാഗം. ആര് വരുന്നു? നാഗം. ഓക്കെ, അപ്പൊ ഇതാണ് സിനിമ നടി ശാരദ.
സിനിമാ നടി ശാരദ. ഇവര് പേടിച്ചെന്ത് പറയുന്നു? നാരായണ 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 എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താ? നാഗത്തിനെ കണ്ട് പേടിച്ച് ഇവരെങ്ങനെ പ്രാർത്ഥിക്കുകയാണ്? നാരായണ നാരായണ. ഓക്കെ, അപ്പൊ ഓർമ്മിക്കേണ്ടത് ഇതാ സുസുക്കി ബൈക്കില് രജനീകാന്ത് ഇരിക്കുന്നു, അതിൽ ആര്? ജഗദീഷ് കയറുന്നു, നാഗം ഓടിക്കുന്നു. അതുകൊണ്ട് പേടിച്ച് ശാരദ എങ്ങനെ വിളിക്കുന്നു? നാരായണ 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 എന്ന് വിളിക്കുന്നു. ഇനി ഓർമ്മിച്ചോക്ക് ഇതാരൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് സുസുക്കി ഓർമ്മയുണ്ടോ? ഒസാമു സുസുക്കി. ഇനി പേര് മറക്കരുത്, പത്മവിഭൂഷൺ കിട്ടിയവരുടെ പേര് മറക്കരുത്. ഒസാമു സുസുക്കി, ക്ലിയർ. രജനീകാന്തിനെ ഓർമ്മിക്കണം, കുമുദിനി രജനീകാന്ത് ലഖിയ, ഓർമ്മയുണ്ടോ? കഥക് നർത്തകി, ഓർമ്മിക്കാം. അതുപോലെ ജഗദീഷ് സിംഗ് കേഹർ, ഓർമ്മയുണ്ടോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞില്ലേ, ജഗദീഷ് സിംഗ് കേഹർ. അതുപോലെ ദുവൂർ നാഗേശ്വർ റെഡ്ഡി, മെഡിസിൻ ആണ്, മെഡിസിൻ മേഖല മെഡിസിൻ. ദുവൂർ നാഗേശ്വർ റെഡ്ഡി ഓർമ്മിക്കാമോ? നാഗത്തിനെ മെഡിസിൻ. നാഗം കടിച്ചാൽ മെഡിസിൻ എടുക്കണ്ടേ? അങ്ങനെ ഓർമ്മിച്ചോ? നാഗം കടിച്ചാൽ എന്തെടുക്കണം? മെഡിസിൻ എടുക്കണം. അതുപോലെ ശാരദാ സിൻഹ, അതാ ഇപ്പൊ പഠിച്ചു, എന്താണ്? ബീഹാർ കോകില എന്നറിയപ്പെടുന്നത്. ഇവരെങ്ങനെ പ്രാർത്ഥിച്ചു? നാരായണ 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 എന്ന് പറഞ്ഞാൽ ആരാണ്? ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. അപ്പൊ 7 പേരും നിങ്ങൾക്ക് ഓർമ്മിക്കാം. ഇതിനോടൊപ്പം MT വാസുദേവൻ നായരെ കൂടെ ഓർമ്മിച്ചാൽ പത്മവിഭൂഷൺ ലഭിച്ച 7 പേരും നിങ്ങൾക്ക് സെറ്റ് ആകും. ഓക്കെ ആണോടാ? ഓക്കെ ആയോ? 7 പേരും ഓക്കെ ആണോ? ഓക്കെ ആയി. അടുത്തിലേക്ക് പോവാം. അപ്പൊ പത്മഭൂഷൺ 7 പേര് സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കുന്നു പത്മവിഭൂഷണാണ് നമ്മൾ പഠിച്ചത്. അടുത്ത് നമ്മൾ പഠിക്കുന്നു പത്മഭൂഷൺ. ഇതാണ് പത്മഭൂഷൺ. 19 പേർക്ക് ലഭിച്ചു. എത്ര പേർക്കാണ്? 19 പേർക്ക്. ഇതിനകത്ത് 2 മലയാളികൾ. ഈ 19 പേർക്കകത്ത് എത്ര മലയാളികൾ? 2 മലയാളികൾ. ഓക്കെ, ആ 2 മലയാളികൾ ആടെ നോക്കാം. ഇവിടെ നമ്മൾ കുറെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് നോക്കണേ. ഓക്കെ, ഇതാരാണ്? ഇത് ശോഭനയാണ്. ഓർമ്മിക്കാം, ഇത് ശോഭന. ആഹാ, ഇത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ചിത്രവും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നമുക്ക് തോന്നും അല്ലേ? വേറെ ആരും നോക്കണം. ശോഭന ഇപ്പൊ ആരായിട്ടാണ് നിൽക്കുന്നേ? പറ, എന്റെ കൂടെ പറയൂ. ഓക്കെ, ശോഭന ആരാണ്? നാഗവല്ലി. ആരാണ്? നാഗവല്ലി. ഓർമ്മിക്കാം. ഓക്കെ, അതൊന്ന് മനസ്സിൽ ഓർമ്മിച്ചോ അതേട്ടോ. ഓക്കെ, പിന്നെ ഓരോ കഥാപാത്രം. ഈ കൈലാഷ്, ഇതൊരു സിനിമ നടനാണ് കേട്ടോ. കൈലാഷ് അറിയാമല്ലോ. ഓക്കെ, ഇദ്ദേഹമാണ് ആ സിനിമയില് ആ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയില്ലേ, രാമനാഥൻ, ആ വ്യക്തിയായിട്ട്. ഓക്കെ, ഇത് നമ്മുടെ മനോജ് KG ഒരു റോളാണ്, അറിയാമല്ലോ. ഏതാണ്? അത് ലാസ്റ്റ് നമുക്ക് നോക്കാം ഏത് കഥാപാത്രമാണെന്നുള്ളത്. അതുപോലെ ഇത് പഴയൊരു സിനിമ നടനാണ്, ബഹദൂർ. അതുപോലെ ഇത് ബാലകൃഷ്ണ അല്ലെ, നടൻ ബാലകൃഷ്ണ. അതുപോലെ ഇതാണ് വിവേക് ഒബ്രോയ്. ഓർമ്മിച്ചു വെച്ചു. ഇവർക്കൊന്നും അല്ല കിട്ടിയത് കേട്ടോ. ആദ്യം ഒരു അറിയാം, ഇവർക്കൊന്നും അല്ല പത്മഭൂഷൺ കിട്ടിയത്. ജസ്റ്റ് ഇത് സൂര്യ. ഇവരെ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് വരാം. അപ്പൊ നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ 2 മലയാളികൾ ആരൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ചിത്രത്തിലേക്ക് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, 2 മലയാളികൾ ആരൊക്കെ നോക്കിയിട്ട് ചിത്രത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോ 19 പേർക്ക് എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചു. ആ 19 പേരിൽ ലഭിച്ച മലയാളി ഒന്നാമത്തെ ആള് ജോസ് ചാക്കോ പെരിയപുരം. അതാണ് ജോസ് ചാക്കോ പെരിയപുരം. അദ്ദേഹത്തിന്റെ മേഖല മെഡിസിൻ ആണ്. ജോസ് ചാക്കോ പെരിയപുരം മേഖല എന്താണ്? മെഡിസിൻ. എന്താണ് അയാളുടെ ക്വസ്റ്റ്യൻ? കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപുരം. അപ്പൊ കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപുരം. രണ്ടാമത്തെ ആളുടെ പേര് PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ്. സ്പോർട്സ്, എന്താണ്? കായികമാണ്. മേഖല എന്താണ്? കായികം. ഓർമ്മിക്കാം, അദ്ദേഹത്തിന് 2017 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. 2021 ഖേൽരത്ന കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ മലയാളി കൂടെയാണ് ആരാ? PR ശ്രീജേഷ്. പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ്. അഭിമാനിക്കാൻ നമുക്ക്. നമ്മുടെ ഈ മലയാളത്തിന് ലഭിച്ച മൊത്തം 3 ഒളിമ്പിക്സ് മെഡലിൽ 2 ആരാണ്? PR ശ്രീജേഷ് ആണ് നേടിയത്. അപ്പൊ ജോസ് ചാക്കോ പെരിയപുരവും PR ശ്രീജേഷുമാണ് പത്മഭൂഷൺ ലഭിച്ച 2 മലയാളികൾ. അപ്പൊ പത്മവിഭൂഷൺ MT വാസുദേവൻ നായരായിരുന്നു. പത്മഭൂഷൺ പഠിച്ചു നമ്മൾ ജോസ് ചാക്കോ പെരിയപുരം, PR ശ്രീജേഷ്. മറക്കരുത്. മൂന്നാമത് ശോഭന ചന്ദ്രകുമാർ. എന്താണ്? ശോഭന ചന്ദ്രകുമാർ. മനസ്സിൽ ഓർമ്മിച്ചോ? ശോഭന സിനിമ നടി ശോഭനയാണ്. കല തമിഴ്നാടാണ്, അവരുടെ സ്വദേശം തമിഴ്നാടാണ് ശോഭന. അടുത്ത് ശോഭന കഴിഞ്ഞ് ഞാൻ ആ സിനിമയിൽ ഒന്ന് എടുക്കാം. നമ്മൾ ആ മണിച്ചിത്രത്താഴ് സിനിമയിൽ എല്ലാവരും മണിച്ചിത്രത്താഴ് സിനിമയിലേക്ക് പോയേ. ഓക്കെ, ഞാൻ അതിനൊന്ന് മാറ്റം വരുത്തിയാണ് കേട്ടോ. മണിച്ചിത്രത്താഴ് സിനിമ ഞാനൊന്ന് മാറ്റം വരുത്തിയാണ്. മനസ്സിൽ കുറിച്ചിട്ട് എൻ്റെ കൂടെ നിൽക്കുക, എങ്കിൽ ഇപ്പം പഠിക്കും. അല്ലെങ്കിൽ ഇത്രയും പേരൊന്നും നമുക്ക് മനസ്സിലിരിക്കില്ലടാ. ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ മണിച്ചിത്രത്താഴില് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ സുരേഷ് ഗോപിയുടെ വേഷമാണ് നമ്മളെ സിനിമ നടൻ അജിത്ത് ചെയ്യുന്നതെന്ന് ഓർത്ത്. നകുലൻ, അതാണ് അജിത്ത് ചെയ്യുന്ന. അപ്പോ ശോഭന ആരായിട്ട് അഭിനയിച്ചേ? നാഗവല്ലിയല്ലേ. അപ്പൊ ആനന്ദ് നാഗിനെ അവിടെ എടുക്കാം. ശോഭന, നാഗവല്ലി, ആനന്ദ് നാഗ്. ശോഭനയുടെ ഭർത്താവാണ് അജിത്ത്, സിനിമാ നടൻ അജിത്ത് എന്നറിയുക. ഞാൻ പറയുന്നൊന്ന് ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും പേരിട്ട്. ക്ലിയർ? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഈ ശോഭനയെ എന്താണ്
പണ്ട് കൊന്നിട്ടുള്ളത് നമുക്ക് ശങ്കരൻ തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ. അപ്പൊ അതാണ് മറ്റേ ശേഖരൻ ഉണ്ടല്ലോ, മുണ്ടക്കൽ ശേഖരൻ എടുക്കുക, അയാളാണ് കൊന്നതെന്ന് ഓർമ്മിക്കുക. അപ്പൊ ശേഖർ കപൂർ, അപ്പൊ ശേഖരനാണ് ശേഖരൻ തമ്പിയാണ് കൊന്നതെന്ന് ഓർമ്മിക്കുക. അപ്പൊ ശേഖരൻ ഓർമ്മിക്കാം. അതുപോലെ ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ഇന്നസെന്റിന്റെ റോൾ, ഇന്നസെന്റ് എന്ന് വിളിക്കുന്നുണ്ട്, അയാളാണ് നമുക്ക് ബാലകൃഷ്ണനെ ഏറ്റെടുക്കാം. ഇന്നസെന്റ് റോൾ നമുക്ക് ആർക്ക് കൊടുക്കാം? ബാലകൃഷ്ണയ്ക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇയാളാണ് ഇന്നസെന്റ് റോൾ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ആരെ എടുക്കാം? കൈലാഷ്. കൈലാഷ് രാമഭദ്രൻ എന്നുകൊണ്ട് കൈലാഷ്. ഓരോരുത്തരും ഓരോ കഥാപാത്രം കൊടുക്കാം, കാരണം ഇതിനകത്ത് കൈലാഷ് എന്നൊരു വ്യക്തിയുണ്ട് കേട്ടോ, കൺഫ്യൂഷൻ ആകരുതേ. കൈലാഷ്. ശോഭന എപ്പോഴും തോം 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 എന്നല്ലേ പറയുന്നേ? ധാം. ശോഭന തോം 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 എന്നാണല്ലോ പറയുന്നേ, അല്ലെ? ധാം എന്നെടുക്കാം, വിനോദ് ധാം. ശോഭന നല്ല പട്ടൊക്കെ ഉടുത്തിട്ടില്ലേ? അപ്പൊ പങ്കജ് പട്ടേൽ ഓർമ്മിക്കാം. ഓക്കെ, അതുപോലെ തന്നെ അതിനകത്ത് കുതിരവട്ടം പപ്പു ചെയ്തൊരു റോൾ ഉണ്ടല്ലോ, ഈ വെള്ളം ഒന്ന് ചാടിച്ചാടി നടക്കുന്ന ആ റോള് നമുക്ക് ഈ ബഹദൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കാം. ആർക്കാണ്? ബഹദൂർ. കണ്ടോ നിങ്ങൾ? ഇയാൾക്ക് കൊടുക്കാം, ബഹദൂർ. ഇയാളാണ് ആ റോള് ചെയ്യുന്നത്, ഓർമ്മിക്കാം. ബഹദൂർ ഓർമ്മിക്കാം. അതേപോലെ നമുക്ക് അതിനകത്ത് സുധീഷിന്റെ ഒരു വേഷം ഉണ്ടല്ലോ, കിണ്ടി എന്നൊക്കെ പറഞ്ഞൊരു വേഷം, അത് നമുക്ക് തൽക്കാലം ഇയാൾക്ക് കൊടുക്കാം. ആരാണ്? വിവേക് ഒബ്രോയ്. സിനിമ വിവേക് ഒബ്രോയ്. പക്ഷെ ഇതിൽ യഥാർത്ഥത്തിൽ വിവേക് ഒബ്രോയ് അല്ല കിടക്കുന്ന, ബിബേക് ദബ്രോയ് ആണ്. ആരാണ്? ബിബേക് ദബ്രോയ്. ഇത് അദ്ദേഹമല്ല, ബിബേക് ദബ്രോയ്. അപ്പൊ ആ വ്യക്തിയുടെ മനസ്സിൽ ഓർമ്മിക്കുക, ബിബേക് ദബ്രോയ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇവരെ അവസാനം വന്നതാണ് സൂര്യ. സിനിമ നടൻ സൂര്യയുടെ പടം നിങ്ങൾ കണ്ടോ? സൂര്യയുടെ ചിത്രം നിങ്ങൾ കണ്ടോ? അപ്പൊ സൂര്യയെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? അതില് സൂര്യയെ നമുക്ക് അതിനകത്ത് എന്താണ്, മോഹൻലാലിന്റെ കഥാപാത്രമായിട്ട് കൊടുക്കാം. മോഹൻലാലിന്റെ കഥാപാത്രമായിട്ട് നമുക്ക് ആരെ കൊടുക്കാം? സൂര്യ, അല്ലെ? അവരെ എന്ത് ചെയ്യുന്നു? തളയ്ക്കാൻ വരുന്നു, അല്ലെ? സണ്ണി ഡോക്ടറായിട്ട് സിനിമാ നടൻ സൂര്യയെ കൊടുക്കാം. അതേപോലെ നമുക്ക് വേറൊരാളിനെ കൊടുക്കാം. പക്ഷേ സൂര്യയെ കൊണ്ടൊന്നും നടന്നില്ല. പക്ഷെ ആര് വന്ന് നടത്തി? ദിഗംബരൻ. അതിനകത്ത് മനോജ് കെ ജയന്റെ റോള് കണ്ടോ? ദിഗംബരൻ. അപ്പൊ റിദംബര. ഇതാണ് റിദംബര. കൺഫ്യൂഷൻ ആകരുത്, ഞാൻ പറയുന്ന കേട്ട് പഠിച്ചാൽ എളുപ്പമായിരിക്കും. ദിഗംബര, റിദംബര ഓർമ്മിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ ഈ എന്താണ്, സ്വാമി, അല്ലെ? കുറെ സ്വാമിമാരൊക്കെ, തിലകനൊക്കെ ഉണ്ടല്ലോ, അതിൽ സ്വാമിമാരൊക്കെ വന്ന് ശ്രമിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കീഴടക്കാൻ പറ്റാത്ത സാധനമാണ് ഗോസ്വാമി, അല്ലെ? ഗോസ്വാമിയൊക്കെ വന്ന് നോക്കി നടന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് 2-3 പേരെ പേര് നോക്കാം. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ആരാണ്? ഒരു ചെട്ടിയാണെന്ന് ഓർമ്മിക്കുക. ചെട്ടി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, വ്യവസായികളാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, കുപ്പുസ്വാമി ചെട്ടി. അതേപോലെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷിയാണെന്ന് ഓർമ്മിക്കുക. അപ്പൊ മനോഹർ ജോഷി. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷിയാണ്, മനോഹർ ജോഷി എന്ന് ഓർമ്മിക്കാമല്ലോ. പിന്നെ നമുക്ക് എന്താണ്, ഈ സിനിമ എന്താണ്, ലാസ്റ്റ് ഒരു പാട്ടൊക്കെ പാടി അവസാനിപ്പിക്കാം. ഖുദാസേ മന്നത്ത് ഹേ മേരി, അല്ല? ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊക്കെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. അതാണ് ഉദാസ് എന്ന് ഓർമ്മിക്കുക, അല്ലെ? പങ്കജ് ഉദാസ്. ഓക്കെ, ഇനി അതിനകത്ത് മോദി ഉണ്ട്, അല്ലേ? മോദിയെ നമുക്ക് എന്തെങ്കിലും ക്യാരക്ടർ കൊടുക്കാം. മോദി എന്ത് കൊടുക്കാം? നമ്മുടെ പ്രധാനമന്ത്രിയാണല്ലോ, ജസ്റ്റ് ഓർമ്മിച്ചത്. പക്ഷെ അയാളല്ല, ഇത് സുശീൽ കുമാർ മോദിയാണ്. അപ്പൊ അത് ഓർമ്മിച്ചു വെച്ചത്, സുശീൽ കുമാർ മോദി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. ഞാൻ അതിനെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ചിത്രം ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ശോഭന പറയൂ നിങ്ങൾ. ശോഭന കിട്ടിയോ? ശോഭന. നാഗവല്ലി കിട്ടും, ആനന്ദ് നാഗ്. കൈലാഷ്, അതിനകത്തൊരു വ്യക്തിയുണ്ട്, കൈലാഷ് എന്ന പേരുള്ള, ഇയാളല്ല, ആ പേരുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, ഉണ്ട്. ദിഗംബരന് വരാൻ റിദംബര, ഓർമ്മിക്കാമോ? റിദംബര. ബഹദൂർ അതിനകത്തുണ്ടോ? ഉണ്ട് അതിനകത്ത്. ബാലകൃഷ്ണ ഉണ്ടോ? ഇന്നസെന്റ് റോള്. ഇയാൾ അറിയാമോ? വിവേക് ദബ്രോയ്, സുധീഷിന്റെ വേഷം ചെയ്യുന്ന. ഓക്കെ, അതുപോലെ സൂര്യ ഉണ്ട്, അല്ലെ? മോഹൻലാലിന്റെ വേഷം ചെയ്യുന്ന സൂര്യ. അപ്പൊ സൂര്യപ്രകാശ് എന്ന് ഓർമ്മിക്കുക. അതേപോലെ ബാക്കിയൊക്കെ പട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓർമ്മിക്കാം. പട്ട്, ഖുദാസെ മന്നത്ത് ഹേ, മോദിയുണ്ട്, ജോഷിയുണ്ട്, ചെട്ടിയുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇത് ഭയങ്കര പാടാണ്. ഇവരുടെ മേഖല കൂടെ നോക്കിക്കൊള്ളുക, നന്നായിട്ട് നോക്കിക്കൊള്ളുക. സെറ്റാണോ? സെറ്റാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്തിലേക്ക് പോകുന്നു. എന്താണ്? പത്മശ്രീ 113 പേർക്കാണ് ലഭിച്ചത്. എത്ര പേർക്കാണ്? 113 പേർക്ക്. അതിനകത്ത് 2 മലയാളികൾ. പത്മശ്രീ 113 പേർക്കാണ്, 2 മലയാളികളാണ്. ഒന്ന് IM വിജയനാണ്, കായികൻ. നമുക്കറിയാം മലയാളികളുടെ അഭിമാനമാണ് IM വിജയൻ, അല്ലേ? അദ്ദേഹം ഇപ്പോൾ പോലീസിൽ വർക്ക് ചെയ്യാണ്, നമുക്കറിയാം. AC അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ഐനി വളപ്പിൽ മണി വിജയൻ എന്നാണ്. ഇദ്ദേഹത്തിന് 2003 2023 അല്ല, 2003 അർജുൻ അവാർഡ് ലഭിച്ചു. ഇദ്ദേഹത്തിന് 2003 അർജുൻ അവാർഡ് ലഭിച്ചു. അത് ഓർമ്മിച്ചോളണം. IM വിജയനാണ്. പിന്നെ മറ്റൊരാള് പാട്ടുകാരി ഓമനക്കുട്ടിയമ്മ, ഓമനക്കുട്ടിയമ്മ പാട്ടുകാരിയാണ്. അത് ഓർമ്മിക്കുക. അതുപോലെ പത്മശ്രീ ലഭിച്ച മറ്റു പ്രമുഖരെ നമുക്ക് നോക്കാം. മലയാളികളെ 2 പേരെ നമുക്കറിയാമല്ലോ. പത്മവിഭൂഷൺ 7 പേരും
പത്മഭൂഷൺ 19 പേരും പത്മശ്രീ 113 പേരും, അങ്ങനെ ആകെ മൊത്തം 139 പേർക്കാണ് ഇത് ലഭിച്ചത് അല്ലെ. 139 പേർക്ക് ലഭിച്ചു. ഇതിലൊരു മലയാളി, ഇതിൽ 2 മലയാളി, ഇതിൽ 2 മലയാളി, അങ്ങനെ ആകെ മൊത്തം എത്ര മലയാളി? 5 മലയാളിയാണ്. കൂടെ നിന്ന് പഠിച്ചോളൂ. ഇത്തിരി ടഫായിട്ടൊരു ടോപ്പിക്കാണ്, ഒരുപാട് പേരുണ്ട്, കൂടെ നിന്ന് പഠിക്കുക. അപ്പോൾ ഇവിടെ ഓർമ്മിക്കാം, പത്മശ്രീ ലഭിച്ച മറ്റു പ്രമുഖർ: ഒന്ന് രവിചന്ദ്രൻ അശ്വിൻ, ക്രിക്കറ്റ് താരം രവിചന്ദ്രൻ അശ്വിൻ. ഓർമ്മിക്കാം, ക്രിക്കറ്റ് താരം രവിചന്ദ്രൻ അശ്വിൻ അല്ലെങ്കിൽ ആർ അശ്വിനാണ്. മേഖല അറിയാലോ, കായികം, ക്രിക്കറ്റ് ആണെന്ന് ഓർമ്മിക്കുക, ക്രിക്കറ്റ് ആണ്. അതുപോലെ ഹർവീന്ദർ സിംഗ്, മേഖല എന്താണ്? കായികമാണ്. പക്ഷെ ഇദ്ദേഹത്തിന് പ്രാധാന്യമുണ്ടെന്നാണ്, പാരീസ് ആണ്. പാരീസ് പാരാ ഒളിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ താരമാണ്. പാരീസ് പാരാ ഒളിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ താരമാണ് ഹർവീന്ദർ സിംഗ് ആണ്. മറക്കല്ലേ, അതിൽ ആദ്യമായിട്ടാണ് പാരാ ഒളിമ്പിക്സിൽ ഒരു വ്യക്തിക്ക് അമ്പെയ്ത്തിൽ ആർച്ചറിയിൽ സ്വർണം ലഭിക്കുന്നത്. അതാണ് ആര്? ഹർവീന്ദർ സിംഗ് എന്ന് ഓർമ്മിക്കുക. അതുപോലെ സത്യപാൽ സിംഗ് പാരാ അത്ലറ്റിക്സ് പരിശീലകനാണെന്ന് കൂടെ അറിയുക. സത്യപാൽ സിംഗ് പാരാ അത്ലറ്റിക്സ് പരിശീലകൻ. ഓക്കെ ആണോ? അതുപോലെ തന്നെ കുറച്ച് വിദേശികളുടെ ഉണ്ട് കേട്ടോ. ഈ വിദേശികളുടെ പേര് നമുക്ക് ജസ്റ്റ് നോക്കണമെന്നേ ഉള്ളൂ. വിദേശികളുടെ പേര് നമുക്ക് വേണ്ട, കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ്? പത്മ പുരസ്കാരം 2025. പത്മ പുരസ്കാരം 2025 ആണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കിട്ടിയത് എത്ര പേർക്കാണ്? 139 പേർക്കാണ്. അതിനകത്ത് 7 പത്മവിഭൂഷൺ, എന്താണ് 19 പത്മഭൂഷൺ, 113 പത്മശ്രീ. ഇത്രയും ഓർമ്മിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ തൽക്കാലം നമുക്ക് മതിയാക്കാമോ? ഓക്കെ.